ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ 1 മാസം 2 മാസത്തിനകം വെച്ച് അവനെ കൊന്നിരിക്കും, അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കും. ആ നിയമമാണ് ഇന്ത്യയിൽ വേണ്ടത്. അല്ലാതെ ഇട്ട് നീട്ടിക്കൊണ്ട് പോകുകയല്ല. അതിന്റെ ഇടയിൽ ഒരു ബന്ധു എന്ന് പറയുന്ന ഒരുത്തൻ വന്നതെന്ന് പറയാണ്, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കാല് മുതൽ തല വരെ പിന്നെ അവൻ മർദ്ദിച്ചതിന്റെ അടയാളമുണ്ട്, അവൻ മതം മാറ്റാൻ നിർന്നത്. എന്ത് വെള്ളരിക്കപ്പെട്ടണോ? ഈ പെൺകുട്ടിയും അവനും ഒന്നിച്ച് ഒരു റൂമിലാ കഴിഞ്ഞത്. ഇതൊക്കെ പറയുന്നതിനൊക്കെ ഒരു വിശ്വാസ്യത വേണ്ടേ? അപ്പൊ പെൺകുട്ടി അങ്ങ് നിന്നു കൊടുത്താ അവിടെ വേറെ ആരുമില്ല, അവിടെ വേറെ വിദ്യാർത്ഥികളൊന്നും ഇല്ല, ഇവർ രണ്ടുപേരും മാത്രമേ മലയാളികളുള്ള. ആ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന പ്രസിദ്ധമായ മെഡിക്കൽ കോളേജാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും പ്രസിദ്ധമായ മെഡിക്കൽ കോളേജാണ് ബുഹാറ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ഒരുപാട് ഇന്ത്യക്കാർ പോയി പഠിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവര്. അപ്പോ അവിടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരില്ലേ, അപ്പൊ അവൻ എന്തെങ്കിലും അങ്ങനെ പിന്നെ ഉപദ്രവിക്കാൻ വന്നാൽ അപ്പൊ ഓടി രക്ഷപ്പെടണ്ടേ? അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അറിയിക്കണ്ടേ? അല്ലെങ്കിൽ പോലീസ് ഇല്ലേ, അവിടെ അധ്യാപകരില്ലേ, അവിടെ മെഡിക്കൽ കോളേജിന് മാനേജ്മെന്റ് ഇല്ലേ, അവരെ അറിയിക്കണ്ടേ? ഇതൊന്നും ഇല്ലാതെ പറയാണ് അവൻ കാല് മുതൽ തല വരെ മർദ്ദിച്ച പാടുകളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ്. അതായത് കൊലപാതകം നടത്തി അത് ആ നഷ്ടമെന്ന് പറയുന്ന ആ മാതാപിതാക്കൾക്കാണ്. യവനൊക്കെ എന്ത് നഷ്ടം? ബന്ധുക്കൾ എന്ന് പറഞ്ഞ് ചമഞ്ഞ് വന്ന് അതിന്റെ ഇടയിൽ വലിയ ആളാവാൻ നോക്കുന്നതാണ് ഇതൊക്കെ. ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയല്ല വേണ്ടത്. ഇപ്പോ ഹിന്ദു ഐക്യവേദി, ജനം TV, RK മീഡിയ, മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് വർഗീയ വിഷം തുപ്പയാണ്. ഇവിടെ വർഗീയതയല്ല പ്രശ്നം, മതമല്ല ഇവിടെ പ്രശ്നം. കൊലപാതകം നടത്തി അവനെ എത്രയും പെട്ടെന്ന് പിടിച്ച് ആ കേസ് നടത്തി എത്രയും പെട്ടെന്ന് അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം. അപ്പൊ അവൻ പോലീസ് കസ്റ്റഡിയിലാണ്, അവൻ ഉസ്ബെക്കിസ്ഥാനിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തു, എന്നിട്ട് ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഹരിപ്പാട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീണ്ടും റീപോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അന്വേഷണ വിവരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും അതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവൻ ഇവിടുന്ന് കൊണ്ടുവരാം, ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവരാം. അതായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനുമായിട്ട് ഈ കുറ്റവാളികളെ കൈമാറുന്ന കരാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കൊണ്ടുവരാം. എത്രയും പെട്ടെന്ന് അതിനൊക്കെ ശ്രമിക്കുകയാണ് ചെയ്യാനുള്ളത്. മാതാപിതാക്കളെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാക്കരുത് നിങ്ങൾ. ബന്ധുക്കളായാലും ശരി, ഇനി ബാക്കിയുള്ളവർ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. ഹിന്ദു ഐക്യവേദി എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും പിന്നെ അവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു, അത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തിരിച്ചുവിടും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ RK മീഡിയ ആയിരുന്നാലും ജനം TV ആയിരുന്നാലും ബാക്കിയുള്ള ഈ ചാനലുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അവർക്കൊരു ഇത് കിട്ടും, അതിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഇതിനേക്കാൾ മറ്റത് വേറൊരു വാർത്ത കിട്ടുമ്പോൾ അവർ അതിന്റെ ബാക്കിൽ പോകും. നഷ്ടം എന്ന് പറയുന്ന മാതാപിതാക്കൾക്കാണ്. ആ വേദന എന്ന് പറയുന്ന, ആ സങ്കടം എന്ന് പറയുന്ന ബാക്കിയുള്ള